ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വരുന്ന വിഷയം, കഴിഞ്ഞ ദിവസം നമ്മൾ മലപ്പുറത്ത് കണ്ട ഒരു ഇൻസിഡൻ്റ് അല്ല, 14 വയസ്സും 16 വയസ്സുമായിട്ടുള്ള ചെറിയ മക്കൾ ചെയ്ത വളരെ ദയനീയമായൊരു വാർത്ത. മറ്റെവിടെയല്ല, നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ്. കുറേ ദൂരമല്ല, അന്യ സംസ്ഥാനങ്ങളിലല്ല. ഇവിടെ നാം ചിന്തിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി, 2 സഹപാഠികളാണ് അവർ, ആ 2 മക്കൾ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇങ്ങനെ സെക്ഷൽ പരമായിട്ട് ഇടപെടാൻ വേണ്ടി ഇതെവിടെ നിന്ന് ആ കുട്ടി പഠിച്ചു, എവിടെ നിന്നായിരുന്നു ഇതിനുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാം, സെക്സ് എന്നതാണ് എന്നുള്ളതൊക്കെ എവിടെ നിന്നാണ് ഈ കുട്ടി പഠിച്ചിട്ടുണ്ടാകുക? എവിടെയായിരുന്നു അതിൻ്റെ ഒരു താവളം എന്ന് പറയുന്നത്? നമ്മുടെയൊക്കെ മക്കളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുമല്ലേ, ഈ പറയുന്നത് ഞാനും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ കയ്യിൽ അത് ചെറിയ മക്കളോട്ടിട്ട് വലിയ പ്രായം കഴിഞ്ഞ മക്കളാണെങ്കിൽ പോലും അവർ ചിലപ്പം പറയും ഗെയിം കളിക്കാനാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് കാണാനാണ്. ഓക്കെ, നമ്മൾ ഫോൺ കൊടുത്ത് നമുക്ക് നമ്മുടേതായ തിരക്കിൽ നമ്മൾ തന്നെ പണിയിൽ ഏർപ്പെടും. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോൺ നമ്മുടെ മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ കസിൻ്റെ ഫോൺ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ മക്കൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, ഒരു പേരൻ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അവർ ഏത് തരം വീഡിയോസാണ് നോക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ ഒരു ന്യൂസ് കാണാനിടയുണ്ടായി, ടീച്ചേഴ്സിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരാണും ഒരു പെണ്ണും തോളത്തോട് കൈയിട്ട് നടന്നാലോ, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നടന്നാലോ, പോടാ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് എന്താ ആവശ്യം? ടീച്ചർക്കെതിരെ ബോക്സോ കേസിൽ കേസ് കൊടുക്കും. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്, ബോയ് ഫ്രണ്ടാണ്, ഇത് നമ്മുടെ ബെസ്റ്റിയാണ് എന്നൊക്കെ ന്യൂ ജനറേഷൻ്റെ കുറേ കാര്യങ്ങൾ. നല്ല ധാരണയാണ് ഇപ്പോഴത്തെ മക്കൾക്ക്, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഭയങ്കര ബോധേടാണ്. അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും ഈ മക്കൾ എന്തുകൊണ്ട് വഴിതെറ്റി പോകുന്നു? സ്വന്തം സഹപാഠികളെ പോലും വളരെ ക്രൂരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിനെ ഒരു മരണത്തിലേക്ക് എത്തിക്കുന്നത് എന്ത് ഘടകമാണ് എന്നുള്ളത്. പിന്നൊരു ഇതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു ന്യൂസ് കണ്ടു, ആ കുട്ടി ലഹരിക്കടിമയായിരുന്നു എന്നുള്ളത്. എവിടെ നിന്നാണ് ഈ ലഹരി കിട്ടുന്നത്? ആരാണ് ഈ കുഞ്ഞിക്ക് ലഹരി കൊണ്ട് കൊടുക്കുന്നത്? ഇഷ്ടംപോലെ ലഹരിക്കെതിരെ നമ്മൾ വാർത്തകൾ, അത് ലഹരി നിർത്തണം, അല്ലെങ്കിൽ ലഹരിക്കെതിരെ കുറേ സമരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നതല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അല്ലാണ്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോ നാട്ടുകാരെയോ വീട്ടുകാരെയോ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാലും ചില പേരൻസിന് പേടിയാണ്, തൻ്റെ മക്കളോട് ഒന്നുറക്കെ സംസാരിക്കാൻ പോലും ഭയക്കുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അത്രമാത്രമുള്ള ന്യൂസുകളാണ് ഇന്ന് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞു മുതൽ അങ്ങ് 18 വയസ്സുള്ള മക്കൾ വരെ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥ. തൻ്റെ മക്കളെ 10 മാസം ഉദരത്തിലിട്ട തൻ്റെ മക്കളെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അതൊക്കെ ആലോചിക്കുമ്പോൾ പേരൻസ് ഒന്ന് കണ്ണടക്കുകയാണ്. പക്ഷെ നിങ്ങൾ കണ്ണടക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, നമ്മുടെ മക്കൾ നമ്മളെക്കാളും ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കാൻ തുടങ്ങി. എന്തിനേറെ അവസാനം ഒരു കുഞ്ഞെങ്ങനെ ജനിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് സെക്ഷൽ ബന്ധം, അല്ലേ? ആ സെക്ഷൽ ബന്ധത്തിൽ, ആ ലൈംഗിക ബന്ധത്തിലേക്ക് വരെ നമ്മുടെ മക്കൾ എത്താൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും ഇന്ന് മലപ്പുറത്താണ് നടന്നിരുന്നെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നാളെ നമ്മളെ തൊട്ടരികിൽ നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കില്ല എന്ന് നമ്മൾ ആരും കരുതണ്ട. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഭാര്യ ഭർത്താവ് തമ്മിൽ വീട്ടിൽ നിന്ന് റൊമാൻസുള്ള വർത്താനം, റൊമാൻസുള്ള കാര്യങ്ങളൊക്കെ മക്കൾ മുന്നിൽ നിന്ന് തീർത്തും ഒഴിവാക്കുക. കാരണം അങ്ങനെ ഒരു ടേസ്റ്റ് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കാണുമ്പോൾ തന്നെ തൻ്റെ മക്കൾ ഇങ്ങനെ ഉപ്പാവുമാവും അല്ലെങ്കിൽ അച്ഛനും ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടല്ലോ,
നമുക്ക് ഒരാളെ കിട്ടൂല അല്ലെങ്കിൽ നമുക്കൊരാളെ നോക്കിയാലോ എന്നുള്ളൊരു തോട്ട് വരും. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ മക്കൾക്ക് ഇങ്ങനൊരു ചിന്ത ഷുവറായിട്ടും വരും. അപ്പം മക്കളെ മുന്നിൽ നിന്ന് നമ്മുടെ റൂമിൽ നടക്കുന്ന രഹസ്യങ്ങൾ, ഭാര്യ ഭർത്താവ് നടത്തുന്ന രഹസ്യ സംഭാഷണങ്ങളാകട്ടെ, രഹസ്യ ബന്ധങ്ങളാകട്ടെ, ഇതൊന്നും മക്കളെ മുന്നിൽ നിന്ന് പബ്ലിക്കായിട്ട് യാതൊരു തരത്തിലും പറയുന്നതോ ചെയ്യുന്നതോ അവസ്ഥകൾ ഇല്ലാതിരിക്കുക. പരിപൂർണമായിട്ടും നിങ്ങളത് ഒഴിവാക്കുക. ഒന്നത്. രണ്ട്, പലരും വലിയവർ തന്നെ സെക്ഷൽ വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണുന്നവരുണ്ടാകും. ഒരു പക്ഷെ നമ്മളത് നോക്കിയിട്ട് അത് ആടെ ഓഫാക്കി വെച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ മക്കൾ ഫോൺ എടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ കണ്ട വീഡിയോസ്, ആര് ഫോൺ എടുത്താലും നേരത്തെ കണ്ട വീഡിയോസ് അത് പെട്ടെന്ന് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതായിരിക്കും ഫസ്റ്റ് കാണുക. നമ്മൾ ആദ്യം നോക്കിയ വീഡിയോസ് ആയിരിക്കും ഫ്രണ്ടിൽ കാണുക, അല്ലേ? അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. 3, നിങ്ങളെ മക്കൾ സ്വന്തം സഹോദരങ്ങളാകട്ടെ, സ്വന്തം പെങ്ങന്മാരോടാകട്ടെ, ഈ പറയുന്ന ഉപ്പയോടോ ഉമ്മയോടോ അച്ഛനോടോ അമ്മയോടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെക്ഷലായി ബന്ധപ്പെട്ട് തൊടുകയോ പിച്ചോ മാന്തോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ചോദ്യം ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ പഠിച്ചത്? എന്താണ് നീ ഇങ്ങനെ തൊട്ടത്? അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെ പിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കാം. പല കുട്ടികളും ചിലപ്പം സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളെ കിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ പിച്ചുന്നുണ്ടോ, പിന്നെ തൊടുന്നുണ്ടോ, അതൊക്കെ സെക്ഷൽ ബന്ധം എന്നല്ല, അല്ലെങ്കിൽ സെക്ഷൽ ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്നേഹത്തോടെ ചോദ്യങ്ങൾ ചെയ്യുക. ഒരിക്കലും 4 ചുമരിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന അത്രയും സൗണ്ട് എടുത്തിട്ട് സംസാരിക്കാതെ സ്നേഹത്തോടെ കൂടെ നിർത്തി ചോദിക്കുക മക്കളോട്. എന്താണ്, എവിടെ നിന്നാണ് നീ ഇത് പഠിച്ചത് എന്നുള്ളത് ചോദിക്കുക. നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ് ഞാനടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരു കോമൺ ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞ് നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മൾ ഒഴിവാക്കുമല്ലേ. പക്ഷെ ഇന്നത്തെ മക്കളോട് അത് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ മക്കൾക്ക് നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാം. നമ്മളെ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്ത് സുഹൃത്തുക്കൾ എഴുതുന്നവർ മനസ്സിലാക്കുന്നുണ്ടാവും. നമ്മളെ മക്കളെ നമ്മളാദ്യം സൂക്ഷിക്കുക. നമ്മളെ മക്കൾക്കുള്ള മാറ്റങ്ങൾ നമ്മളാദ്യം ശ്രദ്ധിക്കുക. എവിടെയാണ് എൻ്റെ മക്കൾക്ക് മാറ്റം വരുന്നത്? ഒരു 9 വയസ്സ് കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ സമയം വരുമ്പോൾ നമ്മളെ ഹോർമോണിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണും, നമ്മുടെ സ്വഭാവത്തിൽ കാണും, നമ്മുടെ പ്രവൃത്തിയിൽ കാണും, ഒക്കെ കാണും. പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇന്ന് എല്ലാ പേരൻസിനും ബിസിയാണ്. തൻ്റെ മക്കളോട് കൂടുതൽ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാനോ പറയാനോ ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പേരൻസ് കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണോ നിങ്ങളെ മക്കൾ? നിങ്ങൾ അത്രയും നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളെ മക്കളെ നിലത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളെ ബിസി ലൈഫിൽ നിങ്ങളെ മക്കളോട് നിങ്ങൾ കാര്യങ്ങൾ സ്നേഹത്തോടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളോട് എല്ലാം ഓപ്പണായി പറയുന്നൊരു സ്വഭാവം അത് പരസ്പരം പേരൻസും കുട്ടികളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കുക, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കുക, സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ മക്കളിലൂടെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുവറാണ് ഇതില്ല അതുക്കും മേലെ നമ്മുടെ മക്കൾ